നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരേ നാരായണായ നമഃ. എൻ പാപമൊക്കെയറിവാൻ ചിത്രഗുപ്തനുടെ സമ്പൂർണ്ണ ലിഖ്യതഗിരം കേട്ടു ധർമ്മപതി എമ്പക്കലുള്ള ദുരിതം പാർത്തു കാണുമളവമ്പോരുഹാക്ഷ ഹരി നാരായണായ നമഃ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല ഹരിനാമ കീർത്തനം ശ്രീ ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് തുടരുന്നു. 11-ാം ശ്ലോകം. എൻ പാപമൊക്കെയറിവാൻ ചിത്രഗുപ്തനുടെ സമ്പൂർണ്ണ ലിഖ്യതഗിരം കേട്ടു ധർമ്മപതി എൻ പക്കലുള്ള ദുരിതം പാർത്തു കാണുമളവമ്പോരുഹാക്ഷ ഹരിനാരായണായ നമഃ. എൻ പാപമൊക്കെ അറിവാൻ, എൻ്റെ കർമ്മബന്ധങ്ങളെല്ലാം വിലയിരുത്താൻ ധർമ്മപതി യമധർമ്മ രാജാവ് അഥവാ മൃത്യു ചിത്രഗുപ്തനുടെ യമധർമ്മ രാജാവിൻ്റെ കാര്യസ്ഥനായ ചിത്രഗുപ്തൻ്റെ അഥവാ സൂക്ഷ്മ ശരീരത്തിൻ്റെ സമ്പൂർണ്ണ ലിഖ്യതഗിരം കേട്ട്, പൂർണ്ണമായി രേഖപ്പെടുത്തിയിട്ടുള്ള വാക്കുകേട്ട്, എൻ പക്കലുള്ള ദുരിതം പാർത്തു കാണുമളവ്, എൻ്റെ കർമ്മബന്ധത്തിൻ്റെ വില തീരുമാനിക്കാൻ ഭാവിക്കുമ്പോൾ, അംഭോരുഹാക്ഷ, അല്ലയോ ഭഗവൻ, അവിടുന്ന് അടുക്കലുണ്ടായിരിക്കണേ. ഹരിനാരായണായ നമഃ. പാപഹാരിയായ നാരായണന് നമസ്കാരം. എൻ്റെ കർമ്മബന്ധങ്ങളെല്ലാം വിലയിരുത്താൻ യമധർമ്മ രാജാവ് അഥവാ മൃത്യു കാര്യസ്ഥനായ ചിത്രഗുപ്തൻ്റെ അഥവാ അന്തഃകരണത്തിൻ്റെ പൂർണ്ണമായി രേഖപ്പെടുത്തിയിട്ടുള്ള വാക്കുകേട്ട് എൻ്റെ കർമ്മബന്ധത്തിൻ്റെ വില തീരുമാനിക്കാൻ ഭാവിക്കുമ്പോൾ, അല്ലയോ ഭഗവൻ, അവിടുന്ന് അടുക്കലുണ്ടായിരിക്കണേ. പാപഹാരിയായ നാരായണന് നമസ്കാരം. അർത്ഥമൊരിക്കൽ കൂടി വായിക്കാം. എൻ്റെ കർമ്മബന്ധങ്ങളെല്ലാം വിലയിരുത്താൻ യമധർമ്മ രാജാവ് അഥവാ മൃത്യു കാര്യസ്ഥനായ ചിത്രഗുപ്തൻ്റെ അഥവാ അന്തഃകരണത്തിൻ്റെ പൂർണ്ണമായി രേഖപ്പെടുത്തിയിട്ടുള്ള വാക്കുകേട്ട് എൻ്റെ കർമ്മബന്ധത്തിൻ്റെ വില തീരുമാനിക്കാൻ ഭാവിക്കുമ്പോൾ, അല്ലയോ ഭഗവൻ, അവിടുന്ന് അടുക്കലുണ്ടായിരിക്കണേ. പാപഹാരിയായ നാരായണന് നമസ്കാരം. കർമ്മബന്ധത്തിൻ്റെ വിലയിരുത്തൽ. സാധാരണഗതിയിൽ കർമ്മത്തെ പുണ്യമെന്നും പാപമെന്നും രണ്ടായി വകതിരിക്കാറുണ്ട്. പുണ്യം ഉത്തമ ജന്മത്തിനും പാപം അധമ ജന്മത്തിനും കാരണമായി ഭവിക്കുന്നു. ഒരു മുമുക്ഷുവിനെ സംബന്ധിച്ചിടത്തോളം പുണ്യവും പാപവും ബന്ധം തന്നെയാണ്. രണ്ടും ജനനമരണ രൂപത്തിലുള്ള സംസാരത്തിന് കാരണമായി തീരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ രണ്ടും ജനനമരണ രൂപത്തിലുള്ള സംസാരത്തിന് കാരണമായി തീരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ പുണ്യം സ്വർണ്ണച്ചങ്ങലയാണെങ്കിൽ പാപം ഇരുമ്പു ചങ്ങല, അത്രയേയുള്ളൂ ഭേദം. സ്വർണ്ണച്ചങ്ങല കൊണ്ടായാലും ഇരുമ്പു ചങ്ങല കൊണ്ടായാലും ബന്ധനം തന്നെയാണ്.
ജന്മമറുന്ന മുക്തിയാണ് ഹരിനാമകീർത്തനത്തിലെ വിഷയം എന്നുള്ളതുകൊണ്ട് പ്രസ്തുത പദ്യത്തിലെ പാപ ശബ്ദം എല്ലാത്തരം കർമ്മബന്ധങ്ങളെയും ഉൾക്കൊള്ളുന്നതാണെന്ന് കാണേണ്ടതാണ്. ഒക്കെ എന്ന വിശേഷണം ഈ ധാരണയ്ക്ക് സഹായകമായും വർത്തിക്കുന്നു. കർമ്മം എങ്ങനെയാണ് ജനന മരണ സംസാരത്തിന് കാരണമായി തീരുന്നത്? ഒരു വ്യക്തിക്ക് സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നിങ്ങനെ 3 ശരീരങ്ങളാണുള്ളത്. മാംസാസ്ഥിമയമായ ബാഹ്യശരീരമാണ് സ്ഥൂല ശരീരം. സങ്കല്പവാസനാമയമായ അന്തഃക്കരണമാണ് സൂക്ഷ്മശരീരം. ഉറക്കത്തിലെ അജ്ഞാനമറയാണ് കാരണശരീരം. ഇവയിൽ മാംസാസ്ഥിമയമായ ബാഹ്യശരീരം സങ്കല്പവാസനാമയമായ സൂക്ഷ്മശരീരത്തിൻ്റെ ഒരു ഉപകരണം മാത്രമാണ്. മാംസാസ്ഥിമയമായ ബാഹ്യശരീരം സങ്കല്പവാസനാമയമായ സൂക്ഷ്മശരീരത്തിൻ്റെ ഒരു ഉപകരണം മാത്രമാണ്. ഇക്കാര്യം ചിന്തിക്കുന്നവർക്കൊക്കെ ബോധ്യപ്പെടും. അതുപോലെ ഉറക്കത്തിലെ കാരണശരീരം സൂക്ഷ്മശരീരം ലയിച്ചുണ്ടാകുന്ന ഒരു മറയാണ്. ഉറക്കത്തിൽ ആരും പുതിയ കർമ്മമൊന്നും ചെയ്യുകയോ ഫലം അനുഭവിക്കുകയോ ചെയ്യുന്നില്ല. സ്വപ്നം ഉറക്കമല്ലെന്നോർക്കുക. സ്വപ്നത്തിൽ പോലും കർമ്മം ചെയ്യുന്നതും ഫലം അനുഭവിക്കുന്നതും സൂക്ഷ്മശരീരമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ കർമ്മത്തിൻ്റെ മുഴുവൻ കലവറ സങ്കല്പവാസനാമയമായ സൂക്ഷ്മശരീരമാണ്. കഴിഞ്ഞുപോകുന്ന ഓരോ കർമ്മവും വാസനാരൂപത്തിൽ അതിൻ്റെ മുദ്ര അല്ലെങ്കിൽ ഇംപ്രഷൻ ഈ സൂക്ഷ്മശരീരത്തിൽ സൂക്ഷിച്ചിട്ടാണ് പോകുന്നത്. സൂക്ഷ്മശരീരത്തിൻ്റെ ഉപകരണമായ സ്ഥൂലശരീരം ഉപയോഗശൂന്യമായി തീരുമ്പോൾ സൂക്ഷ്മശരീരം അതിനെ ദൂരെ വലിച്ചെറിയുന്നു. ഇതാണ് മരണം. ഉപകരണം ഉപയോഗശൂന്യമെന്നു കണ്ടാൽ ആരാണ് വലിച്ചെറിയാത്തത്? ഒരു ഉപകരണം വലിച്ചെറിഞ്ഞാൽ പുതുമയുള്ള മറ്റൊരു ഉപകരണം സ്വീകരിക്കാതെ വയ്യല്ലോ. ഇങ്ങനെ ഒരു പുതിയ ഉപകരണം സ്വീകരിക്കുന്നതാണ് ജനനം. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സങ്കല്പങ്ങളെയും വാസനകളെയും തത്വവിചാരവും ഈശ്വരസ്മരണയും കൊണ്ടുപശമിപ്പിച്ച് ശുദ്ധബോധസ്വരൂപം സാക്ഷാത്കരിച്ചാൽ അതാണ് മോക്ഷം. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സങ്കല്പങ്ങളെയും വാസനകളെയും തത്വവിചാരവും ഈശ്വരസ്മരണയും കൊണ്ടുപശമിപ്പിച്ച് ശുദ്ധബോധസ്വരൂപം സാക്ഷാത്കരിച്ചാൽ അതാണ് മോക്ഷം. സൂക്ഷ്മശരീരത്തിൻ്റെ സ്വഭാവമനുസരിച്ചാണ് പുതിയ ഉപകരണത്തിൻ്റെ രൂപം നിർണയിക്കപ്പെടുന്നത്. അപ്പോൾ മരണവേളയിൽ സങ്കല്പങ്ങളും വാസനകളും എന്തൊക്കെയാണ് എന്നുള്ളതിനെ ആശ്രയിച്ചാണ് അടുത്ത ജനനം എങ്ങനെയുള്ളതായിരിക്കണമെന്ന കാര്യം തീരുമാനിക്കപ്പെടുക. ചുരുക്കത്തിൽ ഒരു ജീവിതത്തിലെ എല്ലാ കർമ്മചലനങ്ങളും സൂക്ഷ്മമായി രേഖപ്പെടുത്തിയിട്ടുള്ള സൂക്ഷ്മശരീരവും പേറിക്കൊണ്ടാണ് ജീവൻ മരണത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക. ഈ ശാസ്ത്ര സത്യത്തെയാണ് ധർമ്മപതി ചിത്രഗുപ്തനുടെ സമ്പൂർണ്ണ ലിഖ്യതിഗിരം കേൾക്കുന്നതായി പുരാണങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ആചാര്യൻ പ്രതീകാത്മകമായി ചിത്രീകരിച്ചിരിക്കുന്നത്. ധർമാധർമ്മങ്ങളെ പാകപ്പെടുത്തി അനുഭവിപ്പിക്കുന്ന കാലത്തിൻ്റെ പ്രതീകം തന്നെയാണ് കാലൻ അഥവാ ധർമ്മപതി. അതാത് കാലത്ത് കർമ്മചലനങ്ങളെ സൂക്ഷ്മമായി രേഖപ്പെടുത്തുന്ന ധർമ്മപതിയുടെ കാര്യസ്ഥനായ ചിത്രഗുപ്തനാണ് സൂക്ഷ്മശരീരം. ഒരിക്കൽ കൂടി വായിക്കാം. അതാതു കാലത്ത് കർമ്മചലനങ്ങളെ സൂക്ഷ്മമായി രേഖപ്പെടുത്തുന്ന ധർമ്മപതിയുടെ കാര്യസ്ഥനായ ചിത്രഗുപ്തനാണ് സൂക്ഷ്മശരീരം. കാലത്താൽ ചിത്രമാം വണ്ണം ഗോപനം ചെയ്യപ്പെട്ട് സംസാരബന്ധത്തിൽ സുരക്ഷിതമായി തുടരുന്ന ഘടകമാണല്ലോ സൂക്ഷ്മശരീരം. കാലത്താൽ ചിത്രമാം വണ്ണം ഗോപനം ചെയ്യപ്പെട്ട് സംസാരബന്ധത്തിൽ സുരക്ഷിതമായി തുടരുന്ന ഘടകമാണല്ലോ സൂക്ഷ്മശരീരം. അതുകൊണ്ട് പേര് തികച്ചും അന്വർത്ഥമാണ്. മരണം സൂക്ഷ്മശരീരത്തിലെ രേഖകൾക്ക് അനുസരണമായാണല്ലോ അടുത്ത ജനനത്തിന് വഴി തെളിയിക്കുന്നത്. അപ്പോൾ ധർമ്മപതി സമ്പൂർണ്ണ ലിഖ്യതഗിരം കേൾക്കുന്ന കാര്യവും യോജിക്കുന്നുണ്ട്. ദുരിതം പാർക്കുന്നിടത്ത് അംഭോരുഹാക്ഷൻ. മരണവേളയിലെ സങ്കല്പവും വാസനയും എന്തായിരിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചാണ്
അപ്പോഴത്തെ സൂക്ഷ്മശരീരത്തിൻ്റെ രൂപം നിർണയിക്കുക. മരണവേളയിലെ സങ്കല്പവും വാസനയും എന്തായിരിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചാണ് അപ്പോഴത്തെ സൂക്ഷ്മശരീരത്തിൻ്റെ രൂപം നിർണയിക്കുക. അതോടെ ജീവന് തുടർന്നുള്ള ജനനം ഏതു തരത്തിലായിരിക്കണമെന്നും തീരുമാനിക്കപ്പെടുന്നു. സൂക്ഷ്മശരീരമാണ് കർമ്മബന്ധം നിർണയിക്കുന്ന ധർമ്മപതിയുടെ കാര്യസ്ഥനായ ചിത്രഗുപ്തൻ. അത് രേഖപ്പെടുത്തിയിരിക്കുന്ന ലോകവാസനകളാണ് ദുരിതം. ഇങ്ങനെയുള്ള ലോകവാസനകൾ അനന്തരജന്മം നിർണയിക്കപ്പെടാനായി കാലത്തിൻ്റെ മുമ്പിൽ വിലയിരുത്തപ്പെടുമ്പോൾ ദുരിതങ്ങളെയെല്ലാം പുറന്തള്ളിക്കൊണ്ട് ജഗദീശ്വരൻ്റെ അനന്യസ്മരണമാണ് ചിത്രഗുപ്തൻ്റെ രേഖകളിൽ സ്ഥലം പിടിച്ചിരിക്കുന്നതെന്നു വന്നാൽ പിന്നെ ജനിക്കാൻ ഇടവരുന്നില്ല. ലോകവാസനകൾ അനന്തരജന്മം നിർണയിക്കപ്പെടാനായി കാലത്തിൻ്റെ മുമ്പിൽ വിലയിരുത്തപ്പെടുമ്പോൾ ദുരിതങ്ങളെയെല്ലാം പുറന്തള്ളിക്കൊണ്ട് ജഗദീശ്വരൻ്റെ അനന്യസ്മരണമാണ് ചിത്രഗുപ്തൻ്റെ രേഖകളിൽ സ്ഥലം പിടിച്ചിരിക്കുന്നതെന്നു വന്നാൽ പിന്നെ ജനിക്കാൻ ഇടവരുന്നില്ല. അതാണ് ദുരിതം പാർത്തു കാണും അളവിൽ അംബോരുഹാക്ഷൻ അടുത്തുണ്ടായിരിക്കണമെന്ന് ആചാര്യൻ അപേക്ഷിച്ചിരിക്കുന്നത്. അതല്ല, അതിരറ്റ ധനതൃഷ്ണ, മമതാബന്ധം, സുഖമോഹം തുടങ്ങിയ ലോകവാസനകളാണ് ചിത്രഗുപ്തൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വന്നാൽ അവ സഫലമാക്കാൻ ഉതകുന്ന ജന്മമായിരിക്കും ധർമ്മപതി അഥവാ മൃത്യു വിധിക്കുന്നത്. ശ്രീ ശങ്കരഭഗവത് പാദർ ഉപദേശസാഹസ്രിയിൽ പ്രഖ്യാപിക്കുന്നത് നോക്കുക. യത് കാമസ്തത്ക്രതുർഭൂത്വാ കൃതം ത്വജ്ഞഃ പ്രപദ്യത്തെ യഥാ സ്വാത്മദൃശഃ കാമാഃ പ്രമുച്യന്തേ മൃതസ്തദാ. ഉപദേശസാഹസ്രി 48 പദ്യം. അജ്ഞൻ വാസനയ്ക്കനുസരണമായ സങ്കല്പത്തോടുകൂടി സ്വകർമ്മത്തിൽ കുടുങ്ങി ജനിക്കുന്നു. ഈശ്വരസ്മരണ നിലനിർത്തി ആത്മവിചാരം ചെയ്തവൻ്റെ കാമങ്ങൾ ഒടുങ്ങുന്നു. അതോടെ അയാൾ മുക്തനായി അമൃതത്വം കൈവരിക്കുന്നു. ജീവന് പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും കൂടിച്ചേർന്നുണ്ടാക്കിക്കൊടുക്കുന്ന അനുഭവങ്ങളാണല്ലോ പ്രപഞ്ച അനുഭവങ്ങൾ. ഇന്ദ്രിയങ്ങളും മനസ്സും നിലനിൽക്കുന്നതോ പ്രാണനെ ആശ്രയിച്ചാണ്. മാത്രമല്ല, പ്രാണൻ പല രൂപത്തിൽ വേർതിരിഞ്ഞ് വിവിധ പ്രവർത്തനങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നതുകൊണ്ടാണ് സംസാര കാരണമായ ശരീരം തന്നെ തുടർന്ന് നിലനിൽക്കുന്നത്. ആത്മവസ്തുവിനെ സുവ്യക്തമായി കാട്ടിത്തരാൻ കഴിവുള്ള ജ്ഞാനസൂര്യൻ ഉദിച്ചാൽ പിന്നെ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും പ്രാണന്മാർക്കും എന്താണ് സംഭവിക്കുക? ഇക്കാര്യമാണ് പ്രതീകാത്മകമായി ആചാര്യൻ 12 പദ്യത്തിൽ വിവരിച്ചിരിക്കുന്നത്. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു